ഓം ശ്രീ സായി ഭഗവതേ നമഃ. ഓം ശ്രീ സായിനാഥായ നമഃ. ബാബയുടെ സ്നേഹാലിംഗനത്തെക്കുറിച്ച് റോഹില്ലാവിന്റെ കഥ വിവരിക്കുന്നു. റോഹില്ല നല്ല ഉയരവും ശക്തിമാനും ആജാനബാഹുവുമായിരുന്നു. ഒരു നീണ്ട അലങ്കാര വസ്ത്രം ധരിച്ച റോഹില്ല ബാബയെ കാണാനുള്ള കൊതിയിൽ ശ്രുതിയിലെത്തി. ഒരു വലിയ അസുഖകരമായ ശബ്ദത്തിൽ രാവും പകലും കൽമ ഉച്ചരിച്ചിരുന്നു. അല്ലാഹു അക്ബർ എന്ന ശബ്ദവും അടിക്കടി മുഴക്കിക്കൊണ്ടിരുന്നു. തിരിച്ചു രാത്രി വീട്ടിലെത്തുമ്പോൾ റോഹില്ലയുടെ കഠോരമായ ശബ്ദവും നിലവിളിയും അവരെ സ്വീകരിച്ചു. അവർക്കത് അസ്വസ്ഥത സൃഷ്ടിച്ചു. കുറെ ദിവസം അവർ ശബ്ദമുണ്ടാക്കാതെ ക്ഷമിച്ചിരുന്നു. ഒടുവിൽ വഴിയില്ലാതായപ്പോൾ അവർ സായി ബാബയെ ചെന്ന് കണ്ട് വിവരമറിയിച്ചു. ഈ ഉപദ്രവം ഇല്ലാതാക്കി തരണമെന്ന് അപേക്ഷിച്ചു. ബാബ ജനങ്ങളുടെ അപേക്ഷയ്ക്ക് അത്ര ശ്രദ്ധ കൊടുത്തില്ല. മാത്രമല്ല, അവരോട് അവരവരുടെ ജോലികൾ ശ്രദ്ധിച്ചാൽ മതിയെന്നും പറഞ്ഞു. റോഹില്ലാവിന്റെ ഭാര്യ ഒരു ചീത്ത സ്വഭാവമുള്ളവളാണ്. അവൾ എന്നെയും റോഹില്ലാവിനെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. റോഹില്ലാവിന്റെ ഈ പ്രാർത്ഥന കേട്ട് അവർ ആ ഭാഗത്തേക്ക് പോയിരുന്നില്ല. ഇതു കാരണം ഇരുവർക്കും നല്ല മനഃശാന്തി കിട്ടിയിരുന്നു. വാസ്തവത്തിൽ റോഹില്ലാവിന് ഭാര്യ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ദുർബുദ്ധിയെയാണ് ബാബ ഭാര്യ എന്ന് വിശേഷിപ്പിച്ചത്. ബാബയോടുള്ള പ്രാർത്ഥനകളും ദൈവത്തോടുള്ള പ്രാർത്ഥനയും വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ബാബ റോഹില്ലാവിന്റെ ഭാഗത്തിൽ സംസാരിച്ചത്. ജനങ്ങൾ കുറെ കൂടി ക്ഷമിച്ചിരിക്കാനും ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം ശരിയാകുമെന്നും പറഞ്ഞു. ഒരു ദിവസം ഉച്ചയ്ക്ക് ആരതി കഴിഞ്ഞ് ഭക്തന്മാർ അവരവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് പോയി. പോകുമ്പോൾ ബാബ ഇപ്രകാരം ഭംഗിയായ ഒരു ഉപദേശവും നൽകി. നിങ്ങൾ എവിടെയിരുന്നാലും എന്തു ചെയ്താലും ഓർമ്മിക്കുക, ഞാൻ അപ്പോൾ അതറിയുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും ഉൾബുദ്ധിയെ ഭരിക്കുന്നു. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും പ്രവൃത്തികൾ, അനങ്ങുന്നതും അനങ്ങാത്തതുമായ എല്ലാറ്റിനെയും ഈ ലോകത്തിൽ നിയന്ത്രിക്കുന്നു. ഞാനാണ് ഈ ഭൂമിയിലെ ഉത്ഭവഭൂതം. 3 ഗുണങ്ങളുടെ സംയോജകൻ, ബോധങ്ങളെ നിയന്ത്രിക്കുന്നവൻ, ഉത്ഭവകർത്താവ്, സംരക്ഷകൻ, നശിപ്പിക്കുന്നവൻ, എല്ലാം. എന്റെ ഭാഗത്തിരിക്കുന്നവർക്കും എന്നെ ഓർക്കുന്നവർക്കും ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. പക്ഷേ എന്നെ മറക്കുന്നവരെ മായയാകുന്ന ചാട്ട കൊണ്ട് അവരെ അടിക്കും. എല്ലാ പ്രാണികളും, പൂച്ചി, കീടം, ഉറുമ്പ്, ഈ ലോകത്തിലെ ദൃശ്യവും അദൃശ്യവുമായ വസ്തുക്കൾ എല്ലാം ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഉരുവമോ ആണ്. ഭംഗിയായതും വിലമതിക്കാൻ സാധിക്കാത്തതുമായ ഈ വാർത്ത കേട്ട് ഇനി ഞാൻ എൻ്റെ ഗുരുവിനെ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചു. എൻ്റെ മനസ്സിൽ ചിൻ ചാനിക്കരുടെ ചോദ്യത്തിന് ഉത്തരമായി അന്ന് പറഞ്ഞത് ചിന്തയിൽ വന്നു കൊണ്ടിരുന്നു. അതായത്, എനിക്കൊരു ജോലി കിട്ടുമെന്നത്. ബാബയുടെ വാക്കുകൾ ഫലിക്കുകയും എനിക്ക് കേന്ദ്ര ഗവൺമെന്റ് ജോലി ലഭിക്കുകയും ചെയ്തു. പക്ഷെ അത് കുറെ നാളത്തേക്ക് മാത്രമായിരുന്നു. പിന്നെ ഞാൻ പൂർണ്ണമായും സ്വതന്ത്രനായി തീർന്നു. എന്റെ ഗുരുവായ സായി ബാബയെ ശുശ്രൂഷിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ അധ്യായം അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ വായനക്കാരോട് പല ഉപദ്രവങ്ങൾ വന്നതിന്, അതായത് മടി, ഉറക്കം, മനചഞ്ചലം, ഇന്ദ്രിയങ്ങളോടുള്ള അടുപ്പം എന്നിവ അകറ്റുവാനും അവരുടെ പൂർണ്ണ ശ്രദ്ധ ബാബയുടെ കഥകളിലേക്ക് തിരിച്ചുവിടുവാനും അപേക്ഷിക്കുന്നു. അവരുടെ സ്നേഹം സ്വാഭാവികമായിരിക്കട്ടെ. ഭക്തിയുടെ സൂചകം വേറെ സാധനകൾ മൂലം അവർ ക്ഷീണിക്കരുത്. ഇവരുടെ അറിവില്ലായ്മയെ നിരന്തരമായി ഒഴിപ്പിക്കുകയും മോക്ഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഒരു പിശുക്കൻ പല സ്ഥലങ്ങളിലും താമസിക്കും, പക്ഷെ അവന്റെ മനസ്സ് എപ്പോഴും ഒളിഞ്ഞിരിക്കും. അതുകൊണ്ട് എല്ലാവരുടെ ഹൃദയത്തിലും ശ്രീ സായി ബാബ കുടികൊള്ളട്ടെ. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.